അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലൊരു ഫോൾഡർ ഓപ്പണിംഗ് ആനിമേഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്ത വർക്കിൻ്റെ ഷോർട്ടാണിത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് സീരിയസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഫ്രെയിം സൈസ് മാറ്റിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പോർട്രേറ്റ് ആക്കാം. ഫ്രെയിം റേറ്റ് 30 തന്നെ കിടന്നോട്ടെ. ഡ്യൂറേഷൻ ഒരു 4 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ Ctrl+Y പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് BG എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഫില്ല് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഈ ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഗ്രേ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ആഡ് ഗ്രെയിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു 0.5 ആക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ മാറ്റിയിട്ട് ഫൈനൽ ഔട്ട്പുട്ട് ആക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, ഇതുപോലെ കുറച്ച് ഗ്രെയിൻസ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ വിനിയറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിൻ്റെ ബാക്കും ഫ്രണ്ടും ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ഫ്രണ്ട്, ഇതതിൻ്റെ ബാക്ക്. ഞാൻ ഈ ലെയറും കൊണ്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ലെയറുകൾ ബാക്ക് ഫ്രണ്ട് എന്നിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ ട്രാൻസ്പെറൻ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഫ്രണ്ട് ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലൈറ്റ് സ്വീപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആഡ് മാറ്റിയിട്ട് കട്ടൗട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ താഴത്തെ ലെയർ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ലൈറ്റ് ഇങ്ങനെ പോരാ. അപ്പോൾ ഞാനിതിൻ്റെ വിടുത്ത് ഒരു 600 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ ഈ സെയിം ലൈറ്റ് സ്വീപ്പ് കോപ്പി ചെയ്തിട്ട് താഴത്തെ ലെയറിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ലെയർ ഓൺ ആക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 ലെയറിനും ഒരു കോപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ താഴത്തെ ലെയറിൽ നിന്ന് ആ ലൈറ്റ് സ്വീപ്പ് കളയുന്നുണ്ട്. അതിനുശേഷം ഇതിന് ഗോഷൻ ബ്ലർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലെയറിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഈ ലെയറിൻ്റെ ബ്ലർ കോപ്പി ചെയ്തിട്ട് ഈ ഫ്രണ്ട് ലെയറിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലൈറ്റ് സ്വീപ്പ് കളയുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്രണ്ട് ലെയറിനെയും അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ലെയറിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലൈറ്റ് സ്വീപ്പ് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 10 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ലെയറിന് ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഫോൾഡറിൻ്റെ ഒരു ആദ്യത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ലെയറുകളൊക്കെ നൾ ഒബ്ജക്റ്റായിട്ട് പാരന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇതുപോലെ ഫോൾഡർ വരുന്നില്ലേ, ആ ഒരു സംഭവം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് ഫോൾഡർ 1 എന്ന് പേര് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫോൾഡർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ ലെയർ കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഞാനിതിൽ മൊഡ്യൂൾ 1 ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫോൾഡറിൻ്റെ ബാക്കിലെ ലെയർ ആ ഒരു ഗ്ലാസ് ടൈപ്പ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് ലൈറ്റ് സ്വീപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആഡ് മാറ്റിയിട്ട് കട്ടൗട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വിടുത്ത് 600 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ടിലെ ലെയറിന് ടിൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വൈറ്റ് കളർ മാറ്റിയിട്ട് റെഡ് ആക്കുന്നുണ്ട്. ഇനി ഒരു ഫോൾഡർ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഫോൾഡർ എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ഞാനൊരു 4 കോപ്പി എടുക്കുന്നുണ്ട്. അതിനായിട്ട് Ctrl+D പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ 4 കോപ്പി കൂടി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലെയറൊക്കെ 3D ആക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈസ് കുറച്ചിട്ടൊരു 20 ആക്കുന്നുണ്ട്. 20 വേണ്ട, ഒരു 25 ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ഫോൾഡറിനെയും കളർ മാറ്റണം. ഞാൻ ഈ ചെയ്ത പ്രൊജക്റ്റിൽ 3ാമത്തെ മൊഡ്യൂളിൻ്റെ ഫോൾഡറാണ് ആ റെഡ് കളറിലുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഫോൾഡറിനെയും കളർ മാറ്റണം. ആദ്യം നമുക്ക് ഫോൾഡർ 1ൻ്റെ കളർ മാറ്റാം. ഞാൻ ഈ ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളർ കറക്ഷനിലേക്ക് വന്നിട്ട് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ലെയറിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ബാക്കി 4 ഫോൾഡറിൻ്റെയും കളർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാറുണ്ട്. ഓരോ ഫോൾഡറിനകത്ത് പോയിട്ടും അതിൻ്റെ പേര് മാറ്റണം. ഞാനിത് മൊഡ്യൂൾ 2 എന്നാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫോൾഡറിലും പേര് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഈ ഫോൾഡർ എല്ലാം കൂടെ താഴത്തേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫോൾഡർ ഇങ്ങനെ റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാമറ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫോൾഡറിൻ്റെ വർക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ Ctrl+T പ്രസ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ ടൂൾ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ 40+ ക്ലാസ്സസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
ഇനി 40+ൻ്റെ കളർ മാറ്റിയിട്ട് റെഡ് ആക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ ലെയർ തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തിടുന്നുണ്ട്. അതിനുശേഷം ഈ ലെയറിനൊന്ന് നന്നായിട്ട് സ്കെയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ എലിപ്സിൻ്റെ ടൂൾ എടുത്തിട്ട് ഒരു മാസ്ക് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആ മാസ്കിൻ്റെ ഫെദർ ഒരു 150 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 20 ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ 2 ലെയറും 3D ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ലെയർ ഓൺ ആക്കുന്നുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ക്യാമറ ക്രിയേറ്റ് ചെയ്യണം. ആ ക്യാമറയ്ക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു നൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ക്യാമറ നൾ ഒബ്ജക്റ്റുമായിട്ട് പാരന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫോൾഡർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന പോലെ ഒരു ആനിമേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഈ ബാക്കിലെ 2 ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ റൊട്ടേഷനിൽ വന്നിട്ട് എക്സ് റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 കീ ഫ്രെയിമും കൂടി സെലക്ട് ചെയ്തിട്ട് ഒരു 10ാമത്തെ ഫ്രെയിമിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 10 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ -20 ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ താഴത്തെ ലെയറിൻ്റെയും -20 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ലെയറിനും റൊട്ടേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ റൊട്ടേഷന് കീ ഫ്രെയിം ആഡ് ചെയ്തില്ലേ ആ ഒരു സെയിം ടൈമിലാണ്. ഇനി ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നിട്ട് ഞാനിതിൻ്റെ വാല്യൂ മാറ്റിയിട്ട് 20 ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കീ ഫ്രെയിമിന് ഈസീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കീ ഫ്രെയിം കോപ്പി ചെയ്തിട്ട് ഈ 2 ലെയറിനും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ അകത്തിരിക്കുന്ന ഫോൾഡറിന് ഒരു മൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലാ ഫോൾഡറും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കീ ഫ്രെയിം 10ാമത്തെ ഫ്രെയിമിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 20 ഫ്രെയിം കഴിഞ്ഞിട്ട് എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 ഫ്രെയിം കഴിഞ്ഞിട്ട് കുറച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി കീ ഫ്രെയിം എല്ലാം സെലക്ട് ചെയ്തിട്ട് ഈസീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫോൾഡറിൻ്റെ ഈ ഫ്രണ്ടിലെ ലെയർ ഉണ്ടല്ലോ അതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഈ ഫോൾഡറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ആ ഫോൾഡറൊക്കെ അതിനകത്തായിട്ടുണ്ട്. ഇനി ഒരു വലിയ ടെക്സ്റ്റിൻ്റെ ലെയർ ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പൊസിഷൻ ഒരു 200 ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയർ 3D ആക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു 1000 ആക്കുന്നുണ്ട്. ഇപ്പോൾ ആ ലെയർ ചെറുതായിട്ടുണ്ട്. ഞാൻ ഈ ലെയർ ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഫസ്റ്റ് ഫ്രെയിം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ക്യാമറ കുറച്ച് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ലെയർ ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സ്കെയിൽ ചെയ്ത് വെക്കണം. ഇനി ടെക്സ്റ്റിൻ്റെ ലെയർ കുറച്ച് മുകളിലേക്ക് വെക്കണം. അതിനുശേഷം അതൊന്ന് സ്കെയിൽ ചെയ്യണം. ഇനി ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ റൊട്ടേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാൻ ഈ ക്ലാസ്സസ് എന്നുള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫില്ല് ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ വാല്യൂ ഒരു 3 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്രെയിമിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി താഴത്തെ ടെക്സ്റ്റ് കുറച്ചും ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വൈ ഡയറക്ഷനിൽ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 15 കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ റൊട്ടേഷൻ കോപ്പി ചെയ്തിട്ട് ഈ താഴത്തെ ലെയറിന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ലെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ലെയറും സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ വൈ റൊട്ടേഷൻ ഒരു -7 ആക്കിയിട്ടുണ്ട്. ഈ ഫോൾഡറിൻ്റെ ഒക്കെ പൊസിഷൻ ഞാൻ ഒന്നുകൂടെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് കീ ഫ്രെയിമൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിമിൽ ഈ ഫോൾഡർ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഞാൻ എല്ലാ ലെയറും കൂടെ സെലക്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിതെല്ലാം കൂടെ കുറച്ചുകൂടി മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴത്തേക്ക് ഇറക്കി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ബൗൺസിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടി പോയി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രെയിമിൽ വന്നിട്ട് കുറച്ചിങ്ങോട്ട് താഴ്ത്തി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ മതി.
ഇനി നമുക്ക് നൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്യാമറയ്ക്ക് മൂവ്മെന്റ് കൊടുക്കാം. അപ്പോൾ ഈ നൾ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇനി കീ ഫ്രെയിം 10ാമത്തെ ഫ്രെയിമിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഫ്രെയിം ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ കീ ഫ്രെയിം ഒരു 2 ഫ്രെയിമും കൂടെ നീക്കി വെക്കുന്നുണ്ട്. ഇനി കീ ഫ്രെയിമിന് ഈസീസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ വൈ റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കോമ്പോസിഷൻ്റെ ലാസ്റ്റിലേക്ക് വന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഒരു -20 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സീനിനെ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ക്യാമറയ്ക്ക് കീ ഫ്രെയിം കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ക്യാമറ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മൂവ്മെൻറ്റിലൊന്നും ചേഞ്ച് വരില്ല. ഇനി ഞാൻ ഈ ബാക്കിലിരിക്കുന്ന ടെക്സ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എന്നിട്ട് അത് കുറച്ചും കൂടെ നീക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മാസ്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ടെക്സ്റ്റിന് നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യണം. ഞാൻ ഈ ക്ലാസ്സസ് മാത്രം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഫില്ല് ഓഫ് ആക്കിയിട്ട് സ്ട്രോക്ക് ഒരു 3 ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന് ഒരു ആനിമേഷൻ കൊടുക്കണം. ഞാനിവിടെ ആനിമേറ്റിലേക്ക് വന്നിട്ട് ഒപ്പാസിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി 0 ആക്കുന്നുണ്ട്. അതിനുശേഷം ഈ റേഞ്ച് സെലക്ടറിൽ സ്റ്റാർട്ടിന് ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 25 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇത് 100 ആക്കുന്നുണ്ട്. ഇനി ഞാൻ ഒപ്പാസിറ്റിക്ക് തന്നെ ഒരു ആനിമേറ്റർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ആഡിൽ വന്നിട്ട് സെക്ടറിൽ വിഗിൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഈ വിഗിൾസ് പെർ സെക്കൻഡ് ഒരു 15 ആക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി ഒരു 50 ആക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. റൊട്ടേഷൻ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ലെയറിന് ഗോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ ഒരു 70 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ലാഗ് ഉണ്ട് ഈ ഫോൾഡർ വരാനായിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റണം. അപ്പോൾ ഞാൻ ആ ഫോൾഡറിൻ്റെ ലെയറിൻ്റെ പൊസിഷൻ്റെ കീ ഫ്രെയിം എല്ലാം കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് കുറച്ചും കൂടെ നീക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ ഈ ഫോൾഡറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്ന് മുകളിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റിനോട് വൈറ്റ് ഫ്ലിക്കറിങ് കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ ഈ ഗോഷൻ ബ്ലറിൻ്റെ റിപ്പീറ്റഡ് ജിപിക്സിൽ ഓഫ് ചെയ്തിടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് ഇതിൻ്റെ പ്രൊജക്ട് ഫയൽ ഞാൻ ടെലിഗ്രാമിൻ്റെ ചാനൽ ഇടുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കോഴ്സിനെ കുറിച്ചിട്ട് പറയാം. ആദ്യം എന്ത് പഠിക്കണം, അവസാനം എന്ത് പഠിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സിൻ്റെ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 3 മൊഡ്യൂളുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾസും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. നിങ്ങൾക്ക് ഓരോ ടൂൾസൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് മിക്കവാറും ക്ലാസ്സുകളിൽ പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ഒരു പ്രൊജക്റ്റുകൾ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഫയൽസ് നമുക്ക് അയച്ചു തരിക. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും. എന്നിട്ട് അത് സോൾവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് കടക്കുക. ഇതിനെല്ലാം ശേഷം 4ാമത്തെ മൊഡ്യൂളിലായിരിക്കും നമ്മൾ റിയൽ ആയിട്ടുള്ള ക്ലയൻസിൻ്റെ വർക്ക് ചെയ്ത് പഠിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവസാനത്തെ മൊഡ്യൂളിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ക്ലയൻസിനെ കണ്ടുപിടിക്കാന്നുള്ളത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡൗട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 14 ദിവസത്തെ ഒരു ട്രയൽ പീരീഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ റീഫണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. റീഫണ്ടിന് അങ്ങനെ വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് റീഫണ്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.